ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയാലും പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളിതാ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. നമുക്ക് അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. ചപ്പാത്തി നമ്മൾ മാവൊക്കെ കുഴച്ച് പരത്തി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ടിരുന്ന് നമുക്ക് അതിലും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ്. അതിലേക്ക് ഇപ്പം ചേർത്തിട്ടുള്ളത് 1/4 കപ്പ് തേങ്ങ കേട്ടോ. തേങ്ങ നമ്മൾ എത്രയും അധികം ചേർക്കുന്നത് അത്രയും ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തതിനാൽ 1/4 കപ്പെങ്കിലും നമ്മൾ ഈ ഒരു തേങ്ങ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് സവാളയാണ്. മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കുക കേട്ടോ. ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കുക കേട്ടോ, ജിഞ്ചർ. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി നമ്മളിതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാവിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കാമല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. നമ്മൾ നല്ല ലൂസായിട്ട് കലക്കിയെടുക്കാൻ പാടില്ല കേട്ടോ. ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കണ്ട. നമ്മൾ കുറച്ചൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് കൈ വെച്ചൊന്ന് പരത്തിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാട്ടോ ഇത് റെഡി ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തത് ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഒരുപാട് സമയമൊന്നും നമുക്ക് എടുക്കുകയില്ല കേട്ടോ. പെട്ടെന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശക്കല്ലിൽ നേരിട്ട് അതങ്ങ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് പരത്തിയെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വാഴലെടുക്കാം കേട്ടോ. വാഴലെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മാവ്, നമുക്ക് ഏത് വലുപ്പത്തിലാണ് ആവശ്യം എന്നുള്ളതനുസരിച്ചിട്ട് കുറച്ച് മാവ് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പം വാഴയില വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുമേ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കയ്യിലൊരല്പം വെള്ളമാക്കി കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ഓയിലും ആക്കി കൊടുത്തിട്ട് ഇതുപോലൊന്ന് പെട്ടെന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗീ ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, ഓയിൽ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വാഴയില ഇങ്ങനെ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ട് ഒന്ന് പൊന്തി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളതിങ്ങ് നീക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഒരു റെസിപ്പിൻ്റെ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ടാവും. ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ, അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഇതിൽ ഒരുപാട് മാവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സവാളയും നമ്മൾ തേങ്ങയൊക്കെയല്ലേ ഉള്ളത് കൂടുതലായിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ ഫ്ലെയിം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നൊന്ന് തിരിച്ചും മറിച്ചും ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലും എളുപ്പത്തിൽ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നമുക്ക് കറിയൊന്നും വേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല ചൂടോടെ അങ്ങ് കഴിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഒന്നുകൂടി നന്നായിട്ട് മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് മൊരിന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.